ദിവസങ്ങൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ടും, മാസം കൊണ്ട് വലുതായി വലിയ ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് തിരിച്ചു വരും. നാരൻ ചെമ്മീൻ്റെ സീനാറിൻ്റെ ചെറിയ കുഞ്ഞ് കയറിയിട്ടുണ്ടെങ്കിൽ അത് 1-2 മാസം കൊണ്ട് അത് നല്ല വലിയ നാരൻ ചെമ്മീനായിട്ട് നമുക്ക് പുറത്ത് വരും, വലുതായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതേപോലെ നാരൻ ചെമ്മീൻ, ചൂടൻ ചെമ്മീൻ, കാരച്ചെമ്മീൻ, അങ്ങനെ അതുപോലെ തന്നെ മത്സ്യങ്ങൾ, വിവിധതരം മത്സ്യങ്ങൾ എല്ലാം നമുക്ക് കിട്ടും. ഇത് കിട്ടണമെങ്കിൽ, ഇത് ചെയ്യണമെങ്കിലും ഇതിനെക്കുറിച്ച് എപ്പോഴാണ് മീൻ വരണതെന്നും മീൻ കയറ്റണമെന്നും നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് തൂമ്പ് പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് അത് മീൻ കയറുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ സംഭവമില്ല. നമ്മൾ എല്ലാ സമയവും ഈ നമ്മളുടെ ഭാഗം കറക്റ്റായിരിക്കണം. നമ്മൾ ഇത് ചെമ്മീക്കെട്ടാണ്. ചെമ്മീക്കെട്ട് ഇപ്പോൾ ചെമ്മീക്കെട്ട്. ഇതിന് മുമ്പ് ഇത് പൊക്കാളി കൃഷിയാണ്. ഇത് വെച്ചാൽ നമ്മൾ പൊക്കാളി കൃഷി ഏകദേശം ഒരു 4-4.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നവംബർ 14 ശേഷം നമ്മൾ ചെമ്മീക്കെട്ടിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പുഴയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ചെമ്മീനും മീനൊക്കെ കയറുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വളരെ കുറവാണ് നമുക്ക് കയറ്റം. ചെമ്മീനൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പം എന്നിട്ട് നമ്മൾ ഇപ്പോൾ കാരച്ചെമ്മീൻ്റെ കുഞ്ഞുങ്ങളെ, ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളെ, മീനിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ചിട്ടിട്ട് ഇതിനെ വളർത്തുന്ന ഒരു പരിപാടി കൂടിയാണ് ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ കൂട്ടുപള്ളി പ്രദേശത്ത് ഏകദേശം 35 ഏക്കറിൽ ചെമ്മീൻ കൃഷി നടത്തുന്ന കൈതാരം സ്വദേശിയായ ബെന്നി, പത്മരാജൻ്റെയും KG ജോർജിൻ്റെയും ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുകയും റാമ്പ് മോഡലായും ഗ്രാഫിക് ഡിസൈനറായും പരസ്യ സംവിധായകനായും കബഡി താരവുമായുമെല്ലാം നിരവധി തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന ബെന്നി ഇപ്പോൾ മികച്ച ഒരു കർഷകനാണ്. ഏക്കറുകൾ പരന്നുകിടക്കുന്ന പാടശേഖരങ്ങളിൽ ചെമ്മീൻ കെട്ടുകൾ സ്ഥാപിച്ച് മത്സ്യകൃഷി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ കൃഷി വിശേഷങ്ങളിലേക്കും ഒപ്പം പ്രകൃതിയുമായി ഇടചേർന്ന ഒരു കൃഷി എന്ന രീതിയിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കും കടന്നുചെല്ലാം. ശരിക്കും ഇത് ലാഭകരമാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വന്നാൽ നമുക്ക് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്. ഇത് ശരിക്കും പ്രകൃതിയുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നൊരു സംഭവമാണ്. ഇതിനകത്ത് നമ്മൾ നാച്ചുറലാണ്. യാതൊരുവിധ അതിറ്റങ്ങൾക്ക് മെഡിസിൻസോ കെമിക്കൽസോ അല്ലെങ്കിൽ ഫുഡോ ഒന്നും കൊടുക്കുന്നില്ല. ഇതിനകത്ത് നിന്നുള്ള ഇത് പൊക്കാളി കണ്ടെത്തില്ല. ജൈവ വളങ്ങൾ തിന്നാണ് അവർ വളരണതും. ഇത് ശരിക്കും ഒരു ഭയങ്കര സമ്പത്താണിത്. ഇത് ഇവിടെ 100 കണക്കിന് ഏക്കറുണ്ട്. നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്താണ് ഈ പൊക്കാളി കൃഷിയും ചെമ്മീക്കെട്ടും. കാലാവസ്ഥയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയും യാതൊരുവിധ കീടനാശിനി രാസവള പ്രയോഗങ്ങളോ ആവശ്യമില്ലാതെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യപ്പെടുന്നവയാണ് പൊക്കാളി നെൽകൃഷി. പൂർണ്ണമായും ഉപ്പുവെള്ളത്തിലും സമൃദ്ധമായി വളരുന്നു എന്നതും പ്രത്യേക വളപ്രയോഗങ്ങൾ ഒന്നും തന്നെയില്ലാതെ മികച്ച വിളവ് തരുന്നതുമാണ് ഈ നെൽകൃഷി. 6 മാസത്തെ നെൽകൃഷിക്ക് ശേഷമുള്ള ഇടവേളകളിൽ പിന്നീട് പാടശേഖരങ്ങൾ ചെമ്മീൻ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. കായലിൽ നിന്ന് കയറിവരുന്ന മത്സ്യസമ്പത്തും നെൽകൃഷിക്ക് ശേഷമുള്ള ജൈവമാലിന്യങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് പിന്നീട് മത്സ്യകൃഷിക്കായി ഈ പാടശേഖരങ്ങളെ നവീകരിക്കുന്നത്. ഞാൻ ഈ കാരച്ചെമ്മീൻ്റെ കുഞ്ഞുങ്ങളെ, വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, ആ കുഞ്ഞുങ്ങളെ ഈ ആപ്പയിൽ കൊണ്ടുവന്ന് ഇടും. എന്നിട്ട് അതിന് നമ്മൾ ഒരു 1 വീക്ക് ഫുഡ് കൊടുക്കും. ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ഈ കോഴിമുട്ട ചെറിയ രീതിയിൽ പൊടിച്ചിട്ട് അത് ഇവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇവർ തിന്ന് ഈ അന്തരീക്ഷവുമായി ഈ വെള്ളത്തിനകത്ത സമ്മർദ്ദവുമായിട്ട് ഇവർ ഇണങ്ങി കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ ഈ ആപ്പ പതിയെ ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഏറ്റവും വരുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക് ഇതിങ്ങനെ അതിനകത്തോട്ട് കയറി. ഇത് ഒരുപാട് സ്ഥലമുണ്ട്. എനിക്ക് ഇപ്പോൾ ഇത് തന്നെ ഒരു 35 ഏക്കറോളം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 1 ലക്ഷം കുഞ്ഞിനിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് നമ്മൾ അടുത്ത ബാച്ചിനിറക്കും. അങ്ങനെ ബാച്ചായിട്ട് കുറേശ്ശെ നമ്മളിതിനെ ഫില്ല് ചെയ്യുന്നത്. എന്നാലിപ്പോൾ കായലിൽ നിന്നുള്ള മത്സ്യശേഖരങ്ങളുടെ വരവിനെ മാത്രം ആശ്രയിച്ച് മത്സ്യകൃഷി ലാഭകരമായി പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ലെന്നിരിക്കെ മുന്തിയ ഇനം മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങി ഇതിൽ വളർത്തിയെടുക്കുക എന്ന കൃഷിരീതിയാണ് പലരും അവലംബിക്കുന്നത്. എങ്കിൽ പോലും പൂർണ്ണമായും പ്രകൃതിയെയും കാലാവസ്ഥയെയും മാത്രം ആശ്രയിച്ച് നടത്തിവരുന്ന ഇത്തരം കൃഷിരീതിയിൽ വളരെയേറെ കരുതലും ശ്രദ്ധയും ആവശ്യവുമാണ്. ഒറ്റയടിക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം, അവിടെ നിന്നുള്ള വെള്ളം ഇവിടെ നിന്നുള്ള എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം നശിച്ചു പോകും.
അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ടെസ്റ്റ് ചെയ്യണതാണ് ആപ്പയിലിട്ടിട്ട്. നേരെ ഡയറക്റ്റ് കൊണ്ടുവന്ന് അഴിച്ചിടില്ല. ഡയറക്റ്റ് അഴിച്ചാൽ മറ്റ് ചെറിയ ചെറിയ മീനുകളൊക്കെ ഇതിനെ പിടിച്ച് തിന്നും. കാരണം ഒരു കുഞ്ഞിനെ നമ്മൾ 32 പൈസ കൊടുത്ത് മേടിച്ചിരുന്നതാണ്. അപ്പോൾ ആ അതിറ്റുങ്ങളൊക്കെ നശിച്ചു പോകാതിരിക്കാനാണ് നമ്മൾ ഈ ആപ്പയിലിടുന്നത്. ഇതാണ് ആപ്പ. ഇവിടെ നിന്നാണ് നമ്മുടെ ഇത് തുടക്കം, ഈ കരട കുഞ്ഞുങ്ങളെ. അതിനാണ് ഇത് കുറച്ച് ഒരു 3 മാസം കഴിയുമ്പോൾ ഇതൊരു 15 എണ്ണം 20 എണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ 1 കിലോ വലിപ്പമാവും. ഇപ്പം നമ്മളിടുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. നമ്മളൊരു സൂചിയുടെ അത്രയും കട്ടിയുള്ളൂ. പുഴയിൽ ഈ കടലിൽ നിന്ന് ഒരുപാട് ചെമ്മീൻ്റെ കുഞ്ഞുങ്ങളും മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളും മത്സ്യങ്ങളും പോണ്ടിലേക്ക് കയറും. അപ്പം നമ്മൾ ഈ വല വെച്ചിട്ട്, ഉള്ളിൽ വല വെച്ചിട്ട് അതിൻ്റെ മൂട് തുറന്നിട്ടിട്ട് ഈ പലക എടുക്കും, ഏറ്റം ഇത് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പലക എടുത്ത് മാറ്റുമ്പോൾ നല്ല ഒഴുക്കിൽ വെള്ളം അകത്തോട്ട് വരുമ്പോൾ ഇതിനകത്ത് ചെമ്മീൻ്റെ കുഞ്ഞുങ്ങളും മീനിൻ്റെ കുഞ്ഞുങ്ങളും അകത്തേക്ക് കയറും. അതിനുശേഷം നമ്മൾ നെറ്റിട്ട് ഈ ഷട്ടർ ഇട്ടിട്ട് വെള്ളത്തെ അരിച്ചു വിടുന്നു. ഈ കയറിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്നും നമ്മൾ വിടാതെ അതിനകത്ത് സൂക്ഷിക്കുന്നു. അത് നിരവധി ദിവസങ്ങൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ട്, മാസം കൊണ്ട് വലുതായി വലിയ ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് തിരിച്ചു വരും. നാരഞ്ചെമ്മീൻ്റെ സീനാറിൻ്റെ ചെറിയ കുഞ്ഞ് കയറിയിട്ടുണ്ടെങ്കിൽ അത് 1-2 മാസം കൊണ്ട് അത് നല്ല വലിയ നാരഞ്ചെമ്മീനായിട്ട് നമുക്ക് പുറത്ത് വരും, വലുതായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതേപോലെ നാരഞ്ചെമ്മീൻ, ചൂടൻ ചെമ്മീൻ, കാരച്ചെമ്മീൻ, അങ്ങനെ അതുപോലെ തന്നെ മത്സ്യങ്ങൾ, വിവിധതരം മത്സ്യങ്ങൾ എല്ലാം നമുക്ക് കിട്ടും. ഇത് കിട്ടണമെങ്കിൽ, ഇത് ചെയ്യണമെങ്കിലും ഇതിനെക്കുറിച്ച് എപ്പോഴാണ് മീൻ വരണതെന്നും മീൻ കയറ്റണമെന്നും നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് തൂമ്പ് പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് അത് മീൻ കയറുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ സംഭവമില്ല. നമ്മൾ എല്ലാ സമയവും ഈ നമ്മളുടെ ഭാഗം കറക്റ്റായിരിക്കണം. നമ്മളെപ്പോൾ വേണമെങ്കിലും തൂമ്പ് പറഞ്ഞ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ പോണ്ടിനകത്തും ആരുടെയും പോണ്ടിൽ ഇവിടെ ചെമ്മീൻ കയറണുണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ 2 ഏറ്റവും ഞാൻ രാത്രിയും പാലിൽ നിന്ന് കയറ്റി വരുന്നു. ഇന്നിപ്പോൾ ഞാൻ ചെള്ളകുത്താനായിട്ട് പോണ്ടിലിറങ്ങി കഴിഞ്ഞപ്പോൾ കാണുന്നത് ഞാൻ കൈ വെക്കുന്ന സ്ഥലത്തൊക്കെ നിറച്ച് ചെമ്മീനാണ്. എപ്പോഴാണ് ഈ ചെമ്മീൻ കയറിയെന്ന് എനിക്കറിയില്ല. ഇതാണ് ഈ പ്രകൃതി നമുക്ക് തരുന്നൊരു പ്രത്യേകത. കാരണം എപ്പോൾ വരും എന്ന് നമുക്കൊരു പിടി ഉണ്ടാവില്ല. വരുന്ന സമയത്ത് നമ്മൾ ഒരുങ്ങിയിരിക്കണം, നമ്മളെപ്പോഴും കയറ്റിയിരിക്കണം. അപ്പം അത്രയും ഷാർപ്പായിരിക്കണം നമ്മൾ. ഒരു വിധത്തിലും നമ്മൾ മടിയനാവരുത്, അല്ലെങ്കിൽ മാറ്റി വെക്കരുത്. അല്ല, കറക്റ്റായിട്ട് നമ്മൾ എപ്പോഴും കയറ്റിക്കൊണ്ടിരിക്കുക, അതേപോലെ അരിച്ചിറക്കിക്കൊണ്ടിരിക്കുക. ഫോണിൻ്റെ സൈഡുകൾക്കൊന്നും കള്ളനുകളും അതേപോലെ ലീക്കുകളൊന്നും ഇല്ലാതെ നോക്കുക. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഫോണെടുത്ത് നടത്തുന്നവനാണിത് ശ്രദ്ധിക്കേണ്ടത്. ഒരുപക്ഷെ തൊഴിലാളികൾ ഇപ്പോൾ അത് ശ്രദ്ധിച്ചെന്ന് വരില്ല. അവൻ ചിലപ്പോൾ അവൻ്റെ പണി ഭാരം കൊണ്ട് ചിലപ്പോൾ കിടന്നുറങ്ങിയിരിക്കും. ഒരു ദിവസം നെറ്റ് ഇടുന്നത് 1 ഇഞ്ച് മുകളിലോട്ട് പൊങ്ങിയിരുന്ന് മതി. എല്ലാവരും പട്ടാളക്കാർ പോകണവരെ ഇതിൻ്റെ അടിയിൽ കൂടി നെറ്റിൽ കൂടി പുഴയിലേക്ക് പോകും, എല്ലാം പോകും നമ്മൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളുണ്ടായേ പറ്റും. അപ്പോൾ ഇത് പഠിച്ചിട്ട് മാത്രമേ ഇത് തുടങ്ങാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. അതെങ്കിലും കീഴിൽ നിങ്ങൾക്ക് പഠിച്ചിരിക്കാം, അല്ലാതെ നിങ്ങൾ ചെയ്യരുത്. ഞാനൊക്കെ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞു പ്രായം തുടങ്ങി, എൻ്റെ കാരണവന്മാർ തുടങ്ങി ഞാൻ ഇതിനകത്ത് ഇൻവോൾവാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരാവേശത്തിൽ തുടങ്ങരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിങ്ങളിത് പഠിച്ചതിന് ശേഷം തുടങ്ങുക. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു നല്ലൊരു വരുമാനമാണ്. ഞാൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫിലിം ഡയറക്ടറാണ്, മോഡലാണ്, റാമ്പ് മോഡലാണ്. അതോടൊപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് ഈ കൃഷിയിലേക്കും കൂടി ഞാൻ അപാരമായി ഇഷ്ടപ്പെടുകയും അതിനോട് സ്നേഹിച്ചിട്ടുമാണ്. എൻ്റെ എല്ലാ ക്രിയേഷൻസിനകത്തും ഞാൻ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്നാലൊന്നും മാത്രം നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ പൊടി തപ്പിയാലൊന്നും നമുക്ക് ദോശ ഉണ്ടാക്കി തിന്നാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗ്രാഫിക്സിൽ നമുക്ക് മീൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നമുക്ക് വിശപ്പാറില്ല. അത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടണം. പ്രകൃതിയാണ് പരമസത്യം എന്നുള്ളതാണ്. അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷെ നല്ല രീതിയിൽ ഇത് ചെയ്താൽ നമ്മുടെ മനസ്സിനും നമ്മുടെ ആരോഗ്യത്തിനും, എനിക്ക് തോന്നുന്നത് എൻ്റെയൊക്കെ ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പൊക്കാളിപ്പാടത്തെ നെല്ലും ചെമ്മീനും മീനും ഞണ്ടും കരിമീനും പിലോപ്പിയൊക്കെ തിന്ന് വന്നിരിക്കുന്ന നാച്ചുറൽ തടിയാണ്. ഒരു നമ്മൾ കെമിക്കൽസോ പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ ഈ സാധനങ്ങളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ കറക്റ്റാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിചാരിക്കുന്നത് വെച്ചാൽ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഈ നാച്ചുറലായി സാധനം ഡെവലപ്പ് ചെയ്യേണ്ടത് മസ്റ്റാണ്, അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.